وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين أخلاي من يحصي مديح محمد وفي مدحه كتب من الله تقرأ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഹബ്ബുർ റസൂൽ കോൺഫറൻസ് അല്ലെങ്കിൽ മദ്ഹുർ റസൂൽ സദസ്സ് എന്നെല്ലാം പറഞ്ഞാൽ അത് ഈ ലോകത്ത് നമ്മൾ സംഘടിപ്പിക്കുന്ന സദസ്സുകളിൽ വെച്ച് ഏറ്റവും മുഖ്യമായ സദസ്സാണെന്ന് ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായി ഖിറാഅത്ത് നടത്തിയ ഖാരിഇൽ നിന്നും കേട്ട ആയത്ത് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങളെ ശിഫയാക്കി സുഖപ്പെടുത്തി തരികയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടു, നിങ്ങളിലേക്ക് വന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തും ഹിദായത്തുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങളിലേക്ക് വന്നു. എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഹിദായത്തും റഹ്മത്തുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങളിലേക്ക് വന്നു. ഖുൽ, ഹബീബായ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും ആണ്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യവും ഏറ്റവും വലിയ റഹ്മത്തും നന്മയും ആണ് എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫബിദാലിക, ഈ കാരണം കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിലേക്ക് ആഗതരായി എന്ന കാരണത്താൽ ഫല്യഫ്റഹു, ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിച്ചു, വന്നു,
സത്യവിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിക്കൽ നിർബന്ധമാകുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു ഹുവ ഖൈറുൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിലും ജന്മത്തിലും സന്തുഷ്ടി രേഖപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് കൂടൽ, ആ സന്തുഷ്ടി രേഖപ്പെടുത്തൽ ഖൈറുൻ, അത് ഏറ്റവും ഉത്തമമായതാണ്. മിമ്മാ യജ്മഊന, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മറ്റ് എല്ലാ വസ്തുക്കളെക്കാളും. അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന, സമ്മേളിപ്പിക്കുന്ന സദസ്സുകളിൽ വെച്ച്, വസ്തുക്കളിൽ വെച്ച്, പ്രവർത്തികളിൽ വെച്ച് ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള സദസ്സ്, ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള പ്രവർത്തനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടലാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ആർക്കും സംശയം ഇല്ലാത്ത വിധം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? അതിന് കാരണങ്ങൾ ധാരാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000 അതല്ലെങ്കിൽ 2,24,000 വരുന്ന അംബിയ മുർസലുകളെ അല്ലാഹു തആല ഇവിടെ അയച്ചിട്ടുണ്ടല്ലോ. ഈ അംബിയാക്കളെ മുഴുവനും വിളിച്ചുകൊണ്ട് അല്ലാഹു നേരത്തെ ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ് ഉടമ്പടി? നിങ്ങൾ തൗഹീദ് പ്രചരിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ എൻ്റെ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുഹമ്മദ് നബി നിങ്ങളിലേക്ക് വരുന്ന പക്ഷം നിങ്ങൾ ആ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കുകയും അവിടുത്തെ ഉമ്മത്തികളിൽപ്പെട്ട ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്യണം. ആണോ? സഹായിക്കുകയും ചെയ്യണം. അതാണല്ലോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തി, മരിപ്പിക്കാതെ ഉയർത്തിയിട്ടുണ്ട്. ഈ ഈസാ നബി ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി വരും. യൻസിലു ഫീക്കും ഇബ്നു മറിയമ ഹകമൻ മുഖ്സിത്തൻ, വളരെ നല്ല നീതിമാനും വിധി കർത്താവുമായി ഈസാ നബി അലൈഹിസ്സലാം പിന്നീട് നിങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈസാ നബി അവസാന കാലത്ത് വരുമ്പോൾ ആ ഈസാ നബി വിധിക്കുന്നത് മുഹമ്മദ് നബിയുടെ മതം അനുസരിച്ചാണ്, മുഹമ്മദ് നബിയുടെ ദീൻ അനുസരിച്ചാണ്, ഈസാ നബിയുടെ ദീൻ അനുസരിച്ചല്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വ്യക്തി
വ്യക്തിയെപ്പോലെ നബി തങ്ങളുടെ മതം, ആ മതത്തിൻ്റെ നിയമങ്ങൾ മാത്രമേ ഈസാ നബി അലൈഹിസ്സലാമിന് വിധിക്കാൻ പാടുള്ളൂ. ആ നിലക്ക് ലക്ഷത്തിൽ പരം അമ്പിയ മുസ്ലിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി സ്വീകരിക്കുന്നു. അവരെ കൊണ്ട് നേരത്തെ തന്നെ ഉടമ്പടി വാങ്ങിവെച്ച് ആര് പ്രവർത്തിക്കുമ്പോൾ അതാണ്. അതുതന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഅ. എൻ്റെ കാലത്ത് മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മൂസാ നബിക്ക് എന്നോട് പിൻപറ്റലല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല. അപ്പോൾ മുഴുവൻ അമ്പിയാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പടച്ചതും അയച്ചതും എല്ലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയും തങ്ങളെ ആദരിക്കാൻ വേണ്ടിയും സ്വീകരിക്കാൻ വേണ്ടിയും ആണ്. അല്ലേ? മിഅ്റാജിൻ്റെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രിയിൽ നിന്ന് അല്പ സമയം കൊണ്ട് 7 ആകാശവും അതിൻ്റെ അപ്പുറത്ത് അർശ്, കുർസി, ലൗഹ്, ഖലം, അതിൻ്റെ അപ്പുറത്ത് എത്രയോ സ്ഥലം വിട്ട് കടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതുപോലെ സ്വർഗത്തിൽ കടത്തി, സ്വർഗത്തിലൊക്കെ സഞ്ചരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ഇത് പണ്ട് സുന്നിയല്ലാത്തവർ നിഷേധിച്ചിരുന്നു ഒരു കാലത്ത്. കാരണം ഇത്രയും സ്പീഡിൽ എങ്ങനെയാണ് ഒരാൾ പോയി വരിക എന്നായിരുന്നു അവർ ചോദിച്ചിരുന്നത്. ഇപ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. കാരണം സ്പീഡുള്ള പല സാധനങ്ങളും ഇവിടെ വന്നു. പ്ലെയിൻ പറക്കുന്നു, അതിൻ്റെ സ്പീഡ് എത്രയാണ്? ഹോങ്കോങ് പ്ലെയിൻ ശബ്ദത്തിൻ്റെ വേഗതയുള്ള പ്ലെയിനാണ്. അത് വേഗത കൂടിയത് കൊണ്ട് നിർത്തിക്കളഞ്ഞു. അങ്ങനെയുള്ള വലിയ പ്ലെയിൻ പറക്കുന്നു. സ്പീഡിൽ പല കാര്യങ്ങളും നടക്കും. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗ പരിപാടി ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഇവിടെ ഒരാൾ കാസറ്റ് ചെയ്തു. എന്നാൽ ആ കാസറ്റ് പഴയ കാലത്ത് മറ്റൊരു കാസറ്റിലേക്ക് പകർത്തണമെങ്കിൽ ഒരു റേഡിയോ അപ്പുറത്ത് വെച്ച് അതിൽ ഒരു കാസറ്റിൻ്റെ പെട്ടി വെച്ച് എന്നിട്ട് 3 മണിക്കൂർ കൃത്യം ഇങ്ങനെ കറങ്ങി 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 പകർത്തുകയായിരുന്നു. ഇന്ന് അത് മാറി 3 മണിക്കൂർ പ്രസംഗിച്ച കാസറ്റ് ഒരു യന്ത്രത്തിൽ വെച്ച് ബട്ടണമർത്തിയാൽ 1 മിനിറ്റ് കൊണ്ട് വേറെ ഒരു കാസറ്റിലേക്ക് പകർത്താൻ കഴിയുന്നു. ശബ്ദത്തിന് വ്യത്യാസമില്ല, ശൈലിക്ക് വ്യത്യാസമില്ല, അക്ഷരങ്ങൾ വിട്ടുപോയിട്ടില്ല. 3 മണിക്കൂറിൻ്റെത് 3 മിനിറ്റ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ മറ്റൊന്നിലേക്ക് പകർന്നു എങ്കിൽ ഇത്
സർവശക്തനായ അല്ലാഹുവിൻ്റെ കഴിവാണ് എന്നതിൽ സംശയം ഇല്ലല്ലോ. ഈ കാസറ്റിൻ്റെ കഴിവല്ല, ഇരുമ്പിൻ്റെ കഴിവല്ല, യന്ത്രത്തിൻ്റെ കഴിവല്ല. യന്ത്രം ഒരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ. യന്ത്രത്തിൻ്റെ കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിം തന്നെയല്ല. അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വസ്തുക്കൾക്കും കഴിവുകൾ നൽകുകയാണ്. ആ നിലക്ക് ഒരു രാത്രിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശവും അതിൻ്റെ അപ്പുറത്ത് അർശും കുർസിയും ലൗഹും ഖലമും എല്ലാം വിട്ടുകടന്നു. അജായിബ അലമിൽ മലകൂതി വസറായിറ നാസൂതി വൽ ജബറൂതി ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഓ ഹബീബായ നബിയേ, വതറാ അജായിബ ആലമിൽ മലകൂതി, അദൃശ്യലോകങ്ങളിൽ അഗോചരമായ വസ്തുക്കൾ അങ്ങയുടെ കണ്ണുകൊണ്ട് അവിടുന്ന് കണ്ടുവല്ലോ. വസറായിറൻ നാസൂത്തി വൽ ജബറൂത്തി, നാസൂത്ത് ജബറൂത്തിൻ്റെ അത്ഭുതങ്ങളും തങ്ങൾ കണ്ടുവല്ലോ. മസ്ജിദുൽ ലാഹൂത്തിൽ അവിടുന്ന് മുദർരിസായല്ലോ, അവിടുന്ന് മലക്കുകൾക്ക് ദർസ് നടത്തിയല്ലോ. അങ്ങനെ അഖില ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് വരാൻ ഒരു രാത്രിയിൽ നിന്ന് അല്പസമയം മാത്രം അവിടത്തേക്ക് മതിയായല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖാദിൽ വിലങ്കൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ ലോകപ്രസിദ്ധമായ മുഴുവൻ ജനങ്ങളെയും അമ്പരപ്പിക്കുന്ന അത്ഭുതകരമായ മിഅ്റാജ്, ആ മിഅ്റാജിന് വേണ്ടി പോകുന്ന സമയത്ത് മസ്ജിദുൽ അഖ്സയിൽ 1,24,000 2,24,000 വരുന്ന മുഴുവൻ അംബിയാ മുർസലുകളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അവരെല്ലാവരും കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര അയപ്പ് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂല് മിഅ്റാജിന് പോകുമ്പോൾ മസ്ജിദുൽ അഖ്സ എന്ന ബൈത്തുൽ മുഖദ്ദിസിലെ പള്ളിയുടെ മുൻഭാഗത്ത് കസീബുൽ അഹ്മർ എന്ന ചെറിയ കുന്നിൻ്റെ അരികിൽ മറവ് ചെയ്യപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോയി. സിയാറത്ത് ചെയ്യാൻ ചെന്നപ്പോൾ റഅയ്തു മൂസ യുസല്ലി ഖായിമൻ ഫിൽ ഖബ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. 1000 കൊല്ലത്തിന് മുമ്പ് മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും നിഷേധിച്ചു പോകണ്ട. പരിശുദ്ധ ഖുർആൻ ഇത് സംബന്ധിച്ച് പറയുന്നു, വലഖദ് ആതൈനാ മൂസൽ കിതാബ വലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബി വലിയ മഹാനാണ് കേട്ടോ. വലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ തങ്ങൾ കണ്ടതിൽ സംശയം വെച്ച് പോകണ്ട കേട്ടോ. ഇന്ന് ചില ആളുകളുണ്ട്, മരിച്ചു പോയാൽ പിന്നെ അവർക്ക് കേൾവിയും കാഴ്ചയൊന്നുമില്ല, മരിച്ചു പോയാലൊക്കെ അവസാനിച്ചു പോയി, പിന്നെ കാണൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെ പഠിപ്പിക്കാൻ അള്ളാഹു പറയുന്നു, ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാമിനെ മിഅ്റാജിൻ്റെ രാത്രിയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു എന്ന് പറയുന്നതിൽ സംശയം വേണ്ട. മൂസാ നബിയെ തന്നെയാണ് കണ്ടത്. മൂസാ നബിയുടെ പ്രതിമ കണ്ടതല്ല, മൂസാ നബിയുടെ ഫോട്ടോ കണ്ടതല്ല, മൂസാ നബിയുടെ രൂപം കണ്ടതല്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ 1000 കൊല്ലം മുമ്പ് മരിച്ചുപോയവരടക്കം, 2000 കൊല്ലം മുമ്പ് മരിച്ചുപോയവരടക്കം എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും അതാ വരുന്നു. മൂസാ നബി ഖബറിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുകയാണ്. അല്ലാഹു തആലയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം എന്ന പേരിൽ. അദ്ദേഹത്തിന് വല്ല രുചിയാണ്. ആ രുചിയുള്ള ഇബാദത്ത് നിസ്കാരം മരണത്തിന് ശേഷവും എടുക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുമ്പോഴേക്ക് നിസ്കാരം അവിടെ നിർത്തിവെച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ ഹബീബിനെ യാത്രായത്ത് നടത്തുകയാണ്. ആ യാത്രായത്ത് നടത്തുന്നതിൽ സംബന്ധിച്ചിട്ടില്ല എങ്കിൽ അമ്പിയാക്കളുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ തള്ളിപ്പോകും. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ നിസ്കാരം അവിടെ നിർത്തിവെച്ച് ഉടനെ ഓടി മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിപ്പോയി. മസ്ജിദുൽ അഖ്സയിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിൽ നിസ്കരിക്കുകയും നബി തങ്ങളെ യാത്ര അയക്കുകയും ചെയ്തു. സഹോദരന്മാരെ, അങ്ങനെ കഴിഞ്ഞുപോയ മുഴുവൻ നബിയാക്കളെയും അല്ലാഹു തആല നിർബന്ധിക്കുന്നു, നിങ്ങൾ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കും, ആ നബിയെ സഹായിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അങ്ങനെ അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിവില്ല, നമുക്ക് അറിവില്ല. പക്ഷേ വലിയ ആഴമേറിയ കടലിൽ നിന്ന് ഒരു ചെറിയ സൂചി, ആഴമേറിയ കടലിൽ ഒരു സൂചി കുത്തിയാൽ ആ സൂചിയിൽ പിടിക്കുന്ന വെള്ളത്തിൻ്റെ അത്ര അറിവാണ് മുഴുവൻ അമ്പിയാക്കൾക്കും കൂടി അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആലയുടെ റഹ്മത്ത് 100 ഓഹരിയായി കണക്കാക്കിയാൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ഓഹരി ചെയ്യാൻ പറ്റില്ല, അതാണ് കണക്കാക്കുക എന്നുള്ളത്. 100 ഓഹരിയായി അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നാം സങ്കല്പിച്ചാൽ അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. ആ ഒരു ഓഹരിയെ 100 ഓഹരിയായി കണക്കാക്കിയാൽ ഒരു ഓഹരി മറ്റുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും കൂടി കൊടുത്തു. 99 ഓഹരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പറയുന്ന പേര് തന്നെ റഹീം എന്നാണ്. റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാഹുവിൻ്റെ പേരാണല്ലോ റഹ്മാൻ റഹീം എന്നത്. എന്നാൽ റഹീം എന്ന് അള്ളാഹുവിൻ്റെ പേര് മറ്റൊരാൾ കൊടുത്തതല്ല. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നത് വേറെ ആരെങ്കിലും നൽകിയത് കൊണ്ടോ കൊടുത്തത് കൊണ്ടോ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തതാണ്. അതുകൊണ്ട് വ്യത്യാസമുണ്ട്. എങ്കിലും ഖുർആനിൽ അല്ലാഹു പറയുന്നത് കണ്ടോ, ബിൽ മുഅ്മിനീന റഊഫുൻ റഹീമുൻ, മുഅ്മിനീങ്ങൾക്ക് റഅഫത്ത് ചെയ്യുന്ന, ദയ കാണിക്കുന്ന ആളാണ് റഹീമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
റഹീമാണ്. എന്താണ് അവിടുത്തെ റഹ്മത്ത്? അവിടുത്തെ റഹ്മത്ത് എന്തൊരു റഹ്മത്താണ്! വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. അഖില ലോകമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാവർക്കും റഹ്മത്ത്. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്ക് റഹ്മത്ത്, പക്ഷികൾക്ക് റഹ്മത്ത്, എല്ലാ ജീവികൾക്കും നിർജീവികൾക്കും റഹ്മത്ത്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ ഒരു കാള, ഒരു മൃഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദ്റത്തിൽ ഓടി വരുന്നു. ഓടി വന്നിട്ട് സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് സഹാബികൾ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തതകല്ലം. ഇതെന്താണ് ഈ കാള സംസാരിക്കുന്നത് എന്ന്. ഏതായാലും എന്താണ് കാള പറയുന്നതെന്ന് അറിയുമോ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, പുന്നാര നബിയെ, എൻ്റെ യജമാനൻ, എൻ്റെ ഉടമസ്ഥൻ എൻ്റെ പുറത്ത് വലിയ ഭാരം വെച്ച് കെട്ടി എന്നെ തെളിക്കും. എന്നാൽ എനിക്ക് നടക്കാൻ കഴിയാത്ത, വഹിക്കാൻ കഴിയാത്ത അത്രയും അധികം ഭാരം എൻ്റെ പുറത്ത് വെച്ച് എന്നെ തെളിക്കുമ്പോൾ എനിക്ക് നടക്കാൻ കഴിയാതെ വരുന്നു. ആ സമയത്ത് എൻ്റെ ഉടമസ്ഥൻ എന്നെ വല്ലാതെ അടിക്കുന്നു നബിയെ എന്ന് ഒരു കാള വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള മുഴുവൻ മൃഗങ്ങൾക്കും മുഴുവൻ ജീവികൾക്കും ഗുണമായ ഉപദേശം അവിടുന്ന് പറയുന്നു. ഓ ജനങ്ങളെ, ഈ കാള സംസാരിക്കാൻ കഴിവില്ലാത്ത വസ്തുവാണ്. റസൂലുള്ളാഹിനോട് സംസാരിച്ചത് അതവിടുത്തെ മുഅ്ജിസത്താണ്. സാധാരണഗതിയിൽ കാളകൾ സംസാരിക്കാറില്ല, പശുക്കൾ സംസാരിക്കാറില്ല. ഈ പശുവിൻ്റെ പുറത്ത്, കാളയുടെ പുറത്ത് വലിയ ഭാരം കെട്ടി ചുമത്തി നടക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെ അടിക്കുന്ന സ്വഭാവം നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ആ മൃഗത്തോട് നിങ്ങൾ കൃപ കാണിക്കണം. നിങ്ങൾ വല്ലപ്പോഴും അതിൻ്റെ പുറത്ത് ഭാരം ചുമക്കുന്നുവെങ്കിൽ അതിന് വഹിക്കാൻ കഴിയുന്ന അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിലമിതമായി നിങ്ങൾ ചെയ്തു പോകരുത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൃഗത്തിൻ്റെ റഹ്മത്തല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുപോലെ ഒരു പക്ഷി ഓടി വരുന്നു. ഒരിക്കൽ പക്ഷി ഓടി വന്നിട്ട് റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നു. നല്ല സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്നു. എന്താണ് പക്ഷി പറയുന്നത്? ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇന്നലെ വിരിഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളെയും വെച്ച് ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ പിടിക്കാൻ ഒരാൾ വന്നു. എനിക്ക് പറക്കാൻ കഴിവുള്ളത് കൊണ്ട് ഞാൻ പറന്നു കളഞ്ഞു. എന്നെ പിടിക്കാൻ കിട്ടിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ മുഴുവനും അയാൾ പിടിച്ചു കൊണ്ടുവന്നു. നബിയെ, തങ്ങളുടെ കൂടെയുള്ള ആളാണ് ഇത് പിടിച്ചതെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് മടക്കി തരണം. സഹോദരന്മാർ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചത് എന്ന്. ഉടനെ ഒരു സഹാബി എഴുന്നേറ്റ്, ഹാ അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ പിടിച്ചു വെച്ചിട്ടുള്ളത്, എൻ്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിങ്ങൾ തിരിച്ചു കൊടുക്കണം. ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കണം. ഉമ്മക്ക് കുട്ടിയോടുണ്ടാകുന്ന സ്നേഹം പോലെ ഈ പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് ഉമ്മയും ഈ കുഞ്ഞും വേർതിരിയാനുള്ള വയസ്സ് അല്ലെങ്കിൽ മാസങ്ങൾ, സമയങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകരുത്. ഈ ഉമ്മയുടെയും ഈ കുട്ടികളുടെയും ഇടക്ക് വിട്ടുപിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉടനെ ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് പക്ഷിക്ക് തിരിച്ചു കൊടുപ്പിക്കുകയും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ പക്ഷികളോടും
കൃപ കാണിക്കാൻ ലോകത്തിന് പഠിപ്പിക്കുകയും ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ റഹ്മത്തിൻ്റെ ഉടമയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുപോലെ ഒരു നായ എന്നാൽ ഏറ്റവും വലിയ കഠിനമായ നജസാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. ഒരു പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണം. 6 പ്രാവശ്യം മണ്ണ് കലർത്താത്ത വെള്ളം കൊണ്ടും കഴുകണം. സാധാരണ നജസ് വൃത്തിയാക്കുന്നതിനേക്കാൾ അധികം 7 പ്രാവശ്യം കഴുകണം. മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടും കഴുകണം. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. വലിയ ശാസ്ത്രീയ വശം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ശാസ്ത്രമണ്ഡലത്തിൽ ചിന്തിച്ചവരുണ്ടാകാം. ഈ ലോകത്ത് ആദ്യമായി പേപ്പട്ടി കടിച്ചാൽ, നായ കടിച്ചാൽ, ഭ്രാന്തളകിയ നായ കടിച്ചാൽ അതിന് ചികിത്സ ചെയ്യുന്ന, ഇഞ്ചക്ട് കൊടുക്കുന്ന മരുന്ന് കണ്ടുപിടിച്ച ഡോക്ടർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പുഴുക്കൾ മണ്ണിലേക്ക് വീഴുമ്പോൾ ആ മണ്ണ് തട്ടിയ ഉടനെ നായയുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടായ പുഴു മണ്ണിൽ വീണപ്പോൾ അത് ചത്തുപോയി. അങ്ങനെ മണ്ണ് ഈ പുഴുവിനെ കൊല്ലാൻ ഉപകരിക്കുന്ന മരുന്നാണെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ പേപ്പട്ടി കടിച്ചാൽ, നായ കടിച്ചാൽ ഉണ്ടാകുന്ന സർവ്വരോഗത്തിനും ചികിത്സ ചെയ്യാനുള്ള മാർഗം അത് മണ്ണിൽ നിന്നാണ് കിട്ടുന്നതെന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നായ തൊട്ടാൽ നിങ്ങൾ 7 പ്രാവശ്യം കഴുകുന്നതിൽ 1 പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണം. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ സയൻസ്, ഇസ്ലാമിൻ്റെ ശാസ്ത്രം. ഇവിടെ ഒരു ഡോക്ടറും കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പ്, ഒരു വൈദ്യനും കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശാസ്ത്രം കണ്ടുപിടിച്ചു, വൈദ്യം കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 7 പ്രാവശ്യം കഴുകി വൃത്തിയാക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട ഈ നായ വളരെ നീചമായ വസ്തുവാണ്. ഇതിലാർക്കും തർക്കമില്ല. എന്നാൽ ഈ നായ ഒരിക്കൽ അല്പം നനവുള്ള മണ്ണ് നാവ് കൊണ്ടിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഒരാൾ നടന്നു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ഈ നായക്ക് ദാഹിക്കുന്നത് കൊണ്ടാണ് നനഞ്ഞ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഉടനെ അദ്ദേഹത്തിൻ്റെ കാലിലുള്ള ഷൂ എടുത്ത് അദ്ദേഹം ധരിച്ച ശരീരത്തിലിട്ടിരുന്ന ഒരു തട്ടം എടുത്ത് വലിച്ചു കയറി അതുകൊണ്ട് കയറുണ്ടാക്കി ഈ ഷൂ ബക്കറ്റിന് പകരം ഉപയോഗപ്പെടുത്തി കിണറിൽ നിന്ന് വെള്ളം മുക്കി ഈ ദാഹിച്ച നായക്ക് കൊടുത്തു. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ആ നായക്ക് വെള്ളം കൊടുത്ത കാരണം കൊണ്ട് ഈ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു. അതേ സമയത്ത് ഒരു പെണ്ണ് ഒരു പൂച്ചയെ കെട്ടിയിട്ടു. പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല. എന്നാൽ എവിടെയെങ്കിലും പുറത്തു പോയി വല്ല സാധനങ്ങളെയും പിടിച്ചു വിഴുങ്ങി വയറ് നിറക്കാൻ ഈ പൂച്ചക്ക് അവസരം കൊടുത്തതും ഇല്ല, പൂച്ചക്ക് ഭക്ഷണം കൊടുത്തതും ഇല്ല. അങ്ങനെ പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട് ആ പൂച്ച ചത്തുപോയതിൻ്റെ പേരിൽ ഈ പൂച്ചയുടെ കാരണത്താൽ
പെണ്ണ് നരകത്തിൽ കടന്നുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂച്ചക്കും നായക്കും പക്ഷിക്കും മൃഗത്തിനും എല്ലാ സാധനങ്ങൾക്കും റഹ്മത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അഖില ലോകതരാതരങ്ങൾക്കും റഹ്മത്തായിട്ട് അയക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി തങ്ങൾ മാത്രമാണ് നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. അത് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് അൽഹംദുലില്ലാഹ് ലോകമാസകലം റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ ഡെൻമാർക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന കാർട്ടൂൺ വരച്ചു ജൂതന്മാരും ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകരും കാർട്ടൂൺ വരച്ചു നിസ്സാരപ്പെടുത്തി. അതിനെതിരായി ലോകം ഇളകി മറന്നു. ലോകം മുഴുക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി. ആ കൂട്ടത്തിൽ ലോക പണ്ഡിതന്മാർ പ്രതിഷേധം അറിയിച്ചു. ആ കൂട്ടത്തിൽ എളിയവനായ എൻ്റെ ഒരു പേരും ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് അവരുടെ തന്നെ പാപ്പ ഖുർആനിനും റസൂലുള്ളാഹിക്കും എതിരായി സംസാരിച്ചു. അതിനെയും എതിർത്ത് ഞങ്ങൾ പത്രത്തിൽ കൊടുത്തു. ഈ രണ്ട് പത്രവാർത്ത കണ്ടിട്ട് ജോർദാനിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പുവെച്ചുകൊണ്ട് എനിക്ക് അഭിനന്ദനം അറിയിച്ചു. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരായി വരുന്ന കക്ഷികളോട് മിതമായ ഭാഷയിൽ, ഇസ്ലാം നിർദ്ദേശിച്ചതനുസരിച്ചുള്ള മിതമായ ഭാഷയിൽ എതിർക്കുകയും തക്ക സമയത്ത് അതിനെ ഖണ്ഡിക്കുകയും ചെയ്തതിൽ എന്നെ സന്തോഷങ്ങൾ അറിയിക്കുന്നു, എൻ്റെ രാഷ്ട്രത്തിൻ്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോർദാൻ രാജാവ് കത്തയക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജോർദാൻ രാജാവും സൗദി രാജാവും ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരും ആ പ്രവണതയെ എതിർക്കുകയും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശംസകളും മദ്ഹുകളും പറയുന്ന സദസ്സുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ റബീഉൽ അവ്വൽ 12-ന് ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനത്തോടനുബന്ധിച്ച് ഈജിപ്ഷ്യൻ ഗവൺമെൻറ് സമ്മേളിപ്പിക്കുന്ന നബിദിനത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോയി. സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള മുഴുവൻ പത്രങ്ങളും, അറബിയും ഇംഗ്ലീഷിലുള്ള എല്ലാ പത്രങ്ങളും റബീഉൽ അവ്വൽ 1 മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതുകയാണ്, പ്രശംസകൾ എഴുതുകയാണ്. അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമുണ്ടോ അവിടെ മുഴുവനും പത്രങ്ങളിലും റേഡിയോയിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലും എല്ലാം, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമൊക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും പ്രശംസയുമാണ്. നമ്മളെ നാട്ടിൽ മാത്രം, ഞാൻ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ പത്രങ്ങളുണ്ടല്ലോ ഇവിടെ നടക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു വരി മുഹമ്മദ് നബി എന്നൊരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന വിവരം അവരറിഞ്ഞോ എന്ന്
നിങ്ങൾ എടുത്തു നോക്ക്. മാധ്യമം റബീഉൽ അവ്വൽ 12 മാധ്യമം എടുത്തു നോക്കുക. അമ്പലത്തിന്റെ ഫോട്ടോ, തുണി കഴിച്ച പെണ്ണിന്റെ ഫോട്ടോ. ഇതിന് പകരം മുഹമ്മദ് നബി എന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ അവർക്ക് സാധിച്ചോ? വളരെ വസ്തുനിഷ്ഠമായി നിങ്ങൾ ചിന്തിക്കുക. ലോകം മുഴുവനും പാടിപ്പോയെത്തുമ്പോ ഒരക്ഷരം ഇവിടെ ബാക്കിയുള്ളതൊക്കെ എഴുതുന്ന ആളുകൾ പേര് ഞാൻ പറയുന്നില്ല, ആരതൊക്കെയാണ് അവരെഴുതിയത്. ആ എഴുതിയത് പേര് പറയുമ്പോൾ ആ എഴുതിയതിനോടുള്ള എതിർപ്പാണെന്ന് തോന്നും. അത് ഞാൻ പറയുന്നില്ല. ഇവിടെ കഴിഞ്ഞുപോയ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റ് പലരുടെയും ചരിത്രങ്ങളും കഥകളും ഒക്കെ എഴുതുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട്, അത് റബീഉൽ അവ്വലിലായിരുന്നു എന്നെങ്കിലും പറയാൻ ഇവിടുത്തെ മുസ്ലിം പേരിൽ നടക്കുന്ന ഈ കേരളത്തിലെ പത്രത്തിന് മാത്രം സാധിച്ചിട്ടില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ആ പത്രങ്ങൾക്ക് മാത്രം സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ട ജനങ്ങളെ നാം അത് കണ്ടറിയണം. തമാശയായി കണ്ടാൽ പോരാ. ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കാനും നിസ്സാരപ്പെടുത്താനും യഹൂദികൾ പ്രവർത്തിക്കുമ്പോൾ ആ യഹൂദികളുടെ പ്രവർത്തനത്തിനെതിരായി ലോകം മുഴുവനും ശബ്ദിക്കുമ്പോൾ ഇവർക്ക് ഒരക്ഷരം പറഞ്ഞുകൂടാ, ഒരക്ഷരം എഴുതിക്കൂടാ. നിങ്ങളൊന്ന് എടുത്തു നോക്കി, നിങ്ങൾ നോക്കിയിരുന്നോ പത്രം? അത് നോക്കണ്ടേ? 11 എന്താ എഴുതിയത്, 13 എന്താ എഴുതിയത്, 9 എന്താ എഴുതിയത്, 10 എന്താ എഴുതുന്നു? ഒരു ഹർഫ് എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു. സാധാരണ മനുഷ്യനാണല്ലോ ഇവർ പറയല്. എന്നാൽ പോട്ടെ, സാധാരണ മനുഷ്യനായ ഒരു മുഹമ്മദ് നബി ജനിച്ചു എന്നെങ്കിലും പറഞ്ഞുകൂടാ. സാധാരണ മനുഷ്യനല്ല, സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല. ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെപ്പോലെയും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് പഠിപ്പിക്കുന്നത്, വെറുതെ പറയല്ല. സാധാരണ നബിയാണോ? സാധാരണ നബിയും സാധാരണ മനുഷ്യനുമല്ല, സാധാരണ നബിയുമല്ല, സാധാരണ റസൂലുമല്ല. ആണ് ഞാൻ പറഞ്ഞത്. 124,000 വരുന്ന അമ്പിയാ മുർസലീങ്ങളെ കൊണ്ട് മുഴുവനും അല്ലാഹു തആല ഒപ്പുവെപ്പിക്കുന്നത് പോലെ കരാറ് പ്രഖ്യാപനം നടത്തുകയാണ്. മുഹമ്മദ് നബി വന്നാൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ചോദിക്കുന്നത്, നിങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലേ? ഞാൻ ഈ പറഞ്ഞ ഉടമ്പടിയിൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലേ? ഓ, പല അമ്പിയാക്കൾ പറഞ്ഞു, അഖറർനാ, ഞങ്ങളെല്ലാവരും ഇത് പ്രഖ്യാപിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന പക്ഷം ഞങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കും, ആ നബിയെ സഹായിക്കും എന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു. എന്നാൽ നിങ്ങളത് സാക്ഷ്യം വഹിക്കണം, ഞാനും നിങ്ങളെ കൂടെ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് മുഴുവൻ അമ്പിയാക്കളെ കൊണ്ടും പ്രഖ്യാപനം നടത്തിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, സാധാരണ വ്യക്തിയാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, എൻ്റെ കരളിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളെ
സുഹൃത്തുക്കളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഇതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നാം ശരിക്കും പഠിക്കണം. അതൊരു ചെറിയ ദിവസം കൊണ്ട് പഠിക്കാൻ കഴിയില്ല. വളരെ ദിവസങ്ങൾ പഠിച്ചാൽ ഒരു ചെറിയ ഭാഗം നമുക്ക് പഠിക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച ആക്ഷേപകന്മാർക്ക് മറുപടി അല്ലാഹു തആല കൊടുക്കുക. ഒരാക്ഷേപം പറഞ്ഞാൽ അപ്പോൾ അല്ലാഹു തആല അതിന് മറുപടി. ശത്രുക്കൾ എപ്പോഴും അവരുടെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും എന്തെങ്കിലും ചെറിയൊരു പരാജയമുണ്ട് എന്ന് തോന്നിയാൽ അത് വലുതായി കാണിക്കുകയും ചെയ്യുമല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബിന് വഴി വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നീട് വഴി വരാതിരുന്നു. അപ്പോഴേക്കും അവർ പറയാൻ തുടങ്ങി, മുഹമ്മദിൻ്റെ റബ്ബ് മുഹമ്മദിനെ ഉപേക്ഷിച്ചു, ദേഷ്യം പിടിച്ചു, ഇനി വഴിയൊന്നും വരൂല എന്ന് പറയാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ ആയത്ത് ഇറക്കുന്നു, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഓ ഹബീബായ നബിയേ, തങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല, തങ്ങളോട് അള്ളാഹു തആല കോപിച്ചിട്ടും ഇല്ല. ആ ശത്രുക്കൾ പറയുന്നത് കളവാണ്, ഒരിക്കലും ശരിയല്ല. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അവർ എന്തോ പറഞ്ഞുകൊള്ളട്ടെ, അവർ പറയുന്നതിൽ തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. തങ്ങൾക്ക് പരലോകമാണ് ദുനിയാവിനേക്കാൾ ഖൈർ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. തങ്ങൾക്ക് അല്ലാഹു തആല അറ്റമില്ലാത്ത ഗുണങ്ങൾ ചെയ്തു തരും, തങ്ങൾ പൊരുത്തപ്പെടും. അള്ളാഹുവിൻ്റെ മറുപടി. അള്ളാഹു മറുപടി പറയും. അതുപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് നോക്കിയാൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികൾ മരണപ്പെട്ടു പോയി. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം, ഇങ്ങനെയുള്ള കുട്ടികൾ, ആൺകുട്ടികൾ എല്ലാവരും പ്രായപൂർത്തിയുടെ മുമ്പ് മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. ഒരാളുടെ കുട്ടികൾ മരിച്ചാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? തഅസിയത്ത് എന്ന് പറഞ്ഞിട്ടൊന്നില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ തഅസിയത്ത് എന്ന് അതിന് അറബി പറയാം. ഞങ്ങളുടെ നാട്ടിൽ മലയാളത്തിൽ അതിന് പറയും കണ്ണോക്ക്. ഇവിടെ എന്താ പറയാ എന്ന് പറഞ്ഞാൽ തഅസിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയുടെ നേരെ പരിഭാഷ ക്ഷമിപ്പിക്കൽ എന്നാണ്. ക്ഷമിപ്പിക്കൽ. അപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ, ബന്ധുക്കൾ മരിച്ചു പോയാൽ വീട്ടുകാരന് സ്വാഭാവികമായി ദുഃഖമുണ്ടാകും. അപ്പോൾ അവരെ പോയി സമാധാനിപ്പിക്കുക, ക്ഷമിപ്പിക്കുക, അത് സുന്നത്താണ്. അതിന് പകരം മക്ക മുശ്രിക്കുകൾ എന്താണ്? കയ്യടി കയ്യടി. അല്ല, മുഹമ്മദിൻ്റെ കുട്ടികളൊക്കെ മരിച്ചുപോയി, വളരെ സന്തോഷം. മുഹമ്മദ് ഒരു പിൻഗാമിയില്ലാത്ത ആളായി മാറി, ബർക്കത്തില്ലാത്ത ആളായി മാറി, പരാജയപ്പെട്ട ലക്ഷണമില്ലാത്ത ആളായി മാറി എന്ന് പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബിന് മക്കൾ മരിച്ചുപോയ ദുഃഖത്തിൻ്റെ പുറമെ ഈ ശത്രുക്കളുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ സ്വാഭാവികമായും ദുഃഖം വർദ്ധിക്കുമല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അറിയിക്കുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, തങ്ങൾക്ക് അല്ലാഹു തആല ധാരാളം ഗുണം ചെയ്തിരിക്കുന്നു.
റബ്ബിക വൻഹർ. അതുകൊണ്ട് തങ്ങൾ അല്ലാഹുവിനെ നമസ്കരിക്കുകയും സർവസ്വവും അല്ലാഹുവിലേക്ക് അർപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആ ജീവിതത്തിൽ തുടരുക, ആ ജീവിതം തങ്ങൾ നയിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മറുപടി പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയെ, തങ്ങളെ വെറുപ്പിക്കുന്നവൻ, തങ്ങൾ ഗുണമില്ലാത്ത ലക്ഷണമില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് തങ്ങളെ വെറുപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന അവനാണ് അബ്തർ, അവനാണ് ദുഷ്ടൻ, അവനാണ് ലക്ഷണം ഇല്ലാത്തവൻ, തങ്ങളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദ്ഹ് ആരെക്കൊണ്ട് പറയാൻ കഴിയും? അഖില്ലായ മൻ യസ്രി മദീഹ മുഹമ്മദി ഫഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഉ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെങ്ങനെ അവിടുത്തെ മദ്ഹ് കെടുത്തപ്പെടുത്താൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറയാൻ കഴിയില്ല. മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞിട്ട് മതിയായിട്ടില്ല. എത്രയോ മൗലിദുകൾ മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ച് ചൊല്ലി, ആ ചൊല്ലുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി അനുവാദം കൊടുത്തു, അവരെ പഠിപ്പിച്ചു. ഇത് പഠിപ്പിച്ചത് സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളെ നിർത്തി പാട്ട് പാടിപ്പിക്കുന്നത് പോലെയോ പ്രസംഗിപ്പിക്കുന്നത് പോലെയോ ആണെന്ന് ഒരുത്തൻ വിശ്വസിച്ച് പോയാൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി പോകും. അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങനെ ചെയ്യൂല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിൻ്റെ വഹ്യ് കൂടാതെ, അല്ലാഹുവിൻ്റെ കൽപ്പന കൂടാതെ ഒരു വാക്ക് പോലും പറയില്ല. അപ്പോൾ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യണം, പ്രശംസിക്കണം, മൗലിദ് നടത്തണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയും ആ കൽപ്പന അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ മുഹിബ്ബാണ്, വലിയ കവിയുമാണ്. വലിയ മുഹിബ്ബ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത മുഹിബ്ബ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ കാണുമ്പോൾ നിങ്ങളാരും എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന് പറഞ്ഞു. എന്നെ കാണുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അല്പസമയം കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്നു. ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകളും എഴുന്നേറ്റ് നിന്നു. കുറച്ച് ആളുകൾ അനങ്ങാതെ അവിടെ ഇരുന്ന്, എന്താ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞതിൻ്റെ ബാഹ്യമായ അർത്ഥം മനസ്സിലാക്കി ചില ആളുകൾ എഴുന്നേറ്റില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങളും ഏതാനും സഹാബികളും എഴുന്നേറ്റു. മൻ അഹബ്ബ അൻ യതബഖല ലഹു الناس ഖിയാമൻ ഫൽയതബഖു മഖഅദഹു മിനന്നാർ. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നു. എന്നെ കാണുമ്പോൾ എല്ലാവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാത്തത്, എന്നെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിക്കണം എന്ന് എൻ്റെ കൽബിൽ തോന്നിപ്പോയാൽ നരകത്തിൽ നിന്ന് ഒരു സീറ്റ് ഉറപ്പിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഞാൻ കരുതരുത്. ആലിമീങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട്.
മാതാപിതാക്കളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട്. അതുപോലെ മഹാന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹാൻ പിന്നെ ആരുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിർബന്ധമാണ്, യാതൊരു സംശയമില്ല. അതാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബ് അത് അംഗീകരിച്ചു കൊടുത്തു, അതിന് എതിർത്തില്ല. അങ്ങനെയുള്ള ആ ഹസ്സാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദ് ഓതാൻ, മൗലിദ് നടത്താൻ പ്രത്യേകം സ്റ്റേജ് തന്നെ ഉണ്ടാക്കുകയും ആ സ്റ്റേജിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് ഹസ്സാനോട് പറയുന്നു, നീ ഖുറൈശികളായ ആളുകൾ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്, അതിന് മറുപടി പറയണം. ഉഹ്ജു യാ ഹസ്സാൻ, നീ ഖുറൈശികളുടെ ആക്ഷേപത്തിന് മറുപടി പറയണം. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ഖുറൈശികളെ ആക്ഷേപിക്കാനെന്ന് തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, ഹസ്സാൻ, ഞാൻ ഖുറൈശിയാണല്ലോ, നീ ഖുറൈശികളെ ആക്ഷേപിക്കുമ്പോൾ എന്നെ നീ എന്ത് ചെയ്യും? അവിടുത്തെ അറിയാവുന്നത് കൊണ്ടല്ല, ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ആ സമയത്ത് ഹസ്സാൻ പറയുന്നു, മാർദ്ദവമേറിയ ഗോതമ്പ പൊടിയിൽ നിന്ന്, ഗോതമ്പ മാവിൽ നിന്ന് ഒരു നൂല് നിഷ്പ്രയാസം വലിച്ചെടുക്കുന്നത് പോലെ ആ ദുഷ്ടന്മാരായ ആളുകൾക്ക് മറുപടി പറയുന്നതോടൊപ്പം തങ്ങളെ ഞാനതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലുന്നു. വഅസ്സന മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നീണ്ട വരികൾ ചൊല്ലുന്നു. ആ വരികൾക്കിടയിൽ പറയുന്നു, ഫഅസ്സന മിൻക ലം തറഖത്തു ഐനി, ഓ ഹബീബായ നബിയേ, അങ്ങയെപ്പോലെ ഇൽമുള്ള ഒരു മനുഷ്യനെ കാണാൻ സാധ്യമല്ല, അങ്ങയെപ്പോലെ ബുദ്ധിയുള്ള ആളില്ല, തൻ്റെ ഇടമുള്ള ആളില്ല, ധീരതയുള്ള ആളില്ല, ധർമ്മിഷ്ഠനായ ആളില്ല, സൽസ്വഭാവിയായ ആളില്ല. അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. അത്രയും ലോകത്ത് തുല്യതയില്ലാത്ത ഭംഗിയും തുല്യതയില്ലാത്ത അറിവും തുല്യതയില്ലാത്ത ബുദ്ധിയും തുല്യതയില്ലാത്ത സൽസ്വഭാവവും എല്ലാ സൽഗുണങ്ങളും ഒരുമിച്ച് കൂടിയ ആളാണ് തങ്ങൾ. എല്ലാ അഴിവിൽ നിന്നും പരിശുദ്ധമായി തങ്ങൾ പ്രസവിക്കപ്പെട്ടു, മടക്കപ്പെട്ടു. തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തങ്ങൾ പടക്കപ്പെട്ടത് നിലക്കാണ് തങ്ങളുടെ സ്ഥിതി. ഒരു അഴിവില്ല. അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദദ് പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുമ്പോൾ അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ എന്നെ സംബന്ധിച്ച്, അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തിപ്പെടുത്തണം അല്ലാഹുവേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബിനെ മദ്ഹ് ചെയ്തവരാണ് സഹാബികൾ, താബിഉകൾ, അയിമ്മത്തുകൾ, ആരിഫുകൾ, സ്വാലിഹുകൾ എല്ലാം റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തവരാണ്. ഞാൻ നിർത്തുന്നു.
എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. പറഞ്ഞപ്പോൾ കുറച്ച് സുഖം കിട്ടിയതാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാലും സുഖം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അല്ലാഹു തആല നമ്മളെ എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്തി തരുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാലും സുഖപ്പെടും, സംശയം വേണ്ട. ഇമാം ബുഖാരി തൻ്റെ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ പറഞ്ഞ ഹദീസ് നിങ്ങൾക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ കാലിൽ വേദനയായി, കാലിന് കോറൽ വന്ന് വേദന വന്ന് കടച്ചിൽ വന്ന് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്കുറു അഹ്ബൽ ഖൽഖി ഇലൈക, അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ മൊത്തത്തിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട മുഹമ്മദ് നബിയുടെ പേരൊന്ന് പറയുക. ഇതെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ്, ഓ ഹബീബായ മുഹമ്മദ് നബിയെ എന്നൊരു വിളി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വിളിച്ചപ്പോൾ അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് പറഞ്ഞാലും അവിടുത്തെ മദ്ഹ് പറഞ്ഞാലും അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞാലും അവിടുത്തെ പ്രശംസിച്ചാലും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും നമ്മുടെ ദർജാത്തുകൾ വർദ്ധിക്കുകയും നമ്മുടെ രോഗങ്ങൾ ശിഫയാവുകയും എല്ലാം ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങളോട് ഉപദേശിച്ച് ആ നബി തങ്ങൾ പഠിപ്പിച്ച അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അതിൽ നിങ്ങളൊക്കെ ഉറച്ചു നിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം.